ഇന്ന് ജനുവരി 31 ഈ ആഴ്ചത്തെ OTT റിലീസുകളടക്കം പുതിയ OTT അപ്ഡേറ്റുകളും ഇന്ന് രാത്രിയും നാളെയുമായിട്ട് വരുന്ന OTT റിലീസ് അപ്ഡേറ്റുകളെല്ലാമാണ് വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ അപ്ഡേറ്റ് അല്ലു അർജുന്റെ ബ്ലോക്ക് ബസ്റ്റർ വിജയമായ പുഷ്പ 2 എന്ന മാസ് കൊമേഴ്ഷ്യൽ ആക്ഷൻ തെലുങ്ക് പാൻ ഇന്ത്യൻ ചിത്രത്തിന്റെ 3 മണിക്കൂർ 44 മിനിറ്റ് ദൈർഘ്യമുള്ള റീലോഡഡ് വേർഷൻ ഇപ്പം നെറ്റ്ഫ്ലിക്സിലൂടെ ഇന്ന് മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിൽ കാണാവുന്നതാണ്. വിൽ ഫെറലും റീസ് വിതർസ്പൂണും ചേർന്ന് അഭിനയിക്കുന്ന യു ആർ കോർഡിയലി ഇൻവൈറ്റഡ് എന്ന ഹോളിവുഡ് കോമഡി ചിത്രം ഇന്ന് ആമസോൺ പ്രൈമിലൂടെ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ ഡയറക്റ്റ് OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അജു വർഗീസ് ഒക്കെ അഭിനയിക്കുന്ന മോശമില്ലാത്ത അഭിപ്രായങ്ങൾ നേടിയ സ്വർഗം എന്ന ഫാമിലി ഡ്രാമ മലയാളം ചിത്രം നാളെ ജനുവരി 31 സൺ നെക്സ്റ്റിലൂടെ മലയാളം ഭാഷയിൽ OTT റിലീസ് ചെയ്യും. ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ ഗസ്റ്റ് റോളിൽ കൂടി എത്തുന്ന കമ്മിങ് ഓഫ് ഏജ് റൊമാന്റിക് കോമഡി മലയാളം ചിത്രമാണ് ഓശാന. ഈ സിനിമയും നാളെ ജനുവരി 31 മനോരമ മാക്സിലൂടെ മലയാളം ഭാഷയിൽ OTT റിലീസ് ചെയ്യും. ധ്യാൻ ശ്രീനിവാസൻ നായകനാകുന്ന ഇൻവെസ്റ്റിഗേഷൻ മിസ്റ്ററി ഹെയ്സ്റ്റ് ത്രില്ലർ ചിത്രമാണ് പാർട്ട്നേഴ്സ്. ആവറേജ് അഭിപ്രായം നേടിയ ഈ മലയാളം സിനിമയും നാളെ ജനുവരി 31 വൈകിട്ട് 6 മണിക്ക് ശേഷം സൈന പ്ലേയിലൂടെ മലയാളം ഭാഷയിൽ OTT റിലീസ് ചെയ്യും. ടോവിനോ തോമസ്, തൃഷ, വിനയ് റായ് ഒക്കെ ചേർന്ന് അഭിനയിക്കുന്ന മികച്ച അഭിപ്രായം നേടിയെങ്കിലും തിയേറ്ററിൽ വിജയിക്കാൻ സാധിക്കാതെ പോയ ഐഡന്റിറ്റി എന്ന ഇൻവെസ്റ്റിഗേഷൻ മിസ്റ്ററി ആക്ഷൻ ത്രില്ലർ മലയാളം ചിത്രവും ജനുവരി 31 ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം C5ലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. മിക്സഡ് അഭിപ്രായങ്ങൾ നേടിയ തിയേറ്ററിൽ വിജയിക്കാൻ സാധിക്കാതെ പോയ ഡെൻ ഓഫ് തീവ്സ് 2 എന്ന അമേരിക്കൻ ഹേസ്റ്റ് ചിത്രം ഇപ്പം ആമസോൺ പ്രൈമിലൂടെ ഓവർസീസിൽ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ആയിട്ടുണ്ട്. ഹിന്ദി മിസ്റ്ററി അഡ്വഞ്ചർ സീരീസ് ആണ് ദ സീക്രട്ട് ഓഫ് സിലേദേഴ്സ്. സീരീസിന്റെ എല്ലാ എപ്പിസോഡുകളും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ജനുവരി 31 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്യും. മലയാളം പോലെ മറ്റ് ഇന്ത്യൻ ഭാഷകളിലും OTT റിലീസ് ചെയ്യാൻ സാധ്യതകളുണ്ട്. ഹോളിവുഡ് സ്പൈ അഡ്വഞ്ചർ ത്രില്ലർ സീരീസ് ആയ ദ റിക്രൂട്ട് എന്ന സീരീസിന്റെ രണ്ടാമത്തെ സീസന്റെ എല്ലാ 6 എപ്പിസോഡുകളും ഇന്ന് മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ ലഭ്യമാണ്. പരേഷ് റാവൽ അഭിനയിക്കുന്ന ഹിന്ദി ഡ്രാമ ചിത്രമാണ് ദ സ്റ്റോറി ടെല്ലർ. സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഹിന്ദി ഭാഷയിൽ ഡയറക്റ്റ് OTT റിലീസ് ചെയ്തിട്ടുണ്ട്. 2022 ഇറങ്ങിയ കനൽ എന്നൊരു ഡ്രാമ തമിഴ് ചിത്രം ഇന്നലെ മുതൽ ആമസോൺ പ്രൈമിലൂടെ വിദേശത്ത് തമിഴ് ഭാഷയിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. ഈ വർഷം ഇറങ്ങിയിട്ടുള്ള ഒരു തമിഴ് കോമഡി ഡ്രാമ ചിത്രമാണ് ബയോസ്കോപ്പ്. സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ജനുവരി 31 ആഹാ തമിഴിലൂടെ തമിഴ് ഭാഷയിൽ മാത്രം OTT റിലീസ് ചെയ്യും. നേരത്തെ ഓവർസീസിൽ OTT റിലീസ് ചെയ്ത എമക്ക് തൊഴിൽ റൊമാൻസ് എന്ന അശോക് സെൽവൻ നായകനാകുന്ന റൊമാന്റിക് കോമഡി തമിഴ് ചിത്രവും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ജനുവരി 31 സൺ നെക്സ്റ്റിലൂടെയും സിംപ്ലി സൗത്തിലൂടെയും തമിഴ് ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. കോഫി വിത്ത് എ കില്ലർ എന്നൊരു ക്രൈം ത്രില്ലർ തെലുങ്ക് ചിത്രവും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ജനുവരി 31 ആഹാ തെലുങ്കിലൂടെ തെലുങ്ക് ഭാഷയിൽ OTT റിലീസ് ആകുന്നതാണ്. അടുത്തത് നേരത്തെ ജനുവരി 31 OTT റിലീസ് ചെയ്യാൻ സാധ്യതകൾ ഉണ്ടെന്ന റിപ്പോർട്ടുണ്ടായ കിച്ച സുദീപ് നായകനാകുന്ന കന്നഡ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് മാക്സ്. സിനിമയുടെ OTT റിലീസ് ഫെബ്രുവരി മാസത്തിലേക്ക് നീട്ടിവച്ചിട്ടുണ്ട്. ഫെബ്രുവരി ആദ്യ 2 ആഴ്ചകളിൽ ആമസോൺ പ്രൈം അല്ലെങ്കിൽ C5ലൂടെ മലയാളം ഭാഷയിലടക്കം സിനിമ OTT റിലീസ് ചെയ്തേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ മനോരമ മാക്സിന്റെ കമ്മിങ് സൂൺ ലിസ്റ്റിൽ ഉണ്ടായ ഒരു മലയാളം ഫാമിലി ഡ്രാമ ചിത്രമാണ് മനോരാജ്യം. ഈ സിനിമക്ക് പുറമെ ഒരു കട്ടിൽ ഒരു മുറി എന്ന ഹക്കീം ഷാജഹാനും പൂർണിമ ഇന്ദ്രജിത്തും ചേർന്ന് അഭിനയിക്കുന്ന റൊമാന്റിക് ഡ്രാമ സിനിമയും തണുപ്പ് എന്നൊരു മലയാളം ഡ്രാമ സിനിമയും മനോരമ മാക്സിന്റെ കമ്മിങ് സൂൺ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ഈ സിനിമകളെല്ലാം ഫെബ്രുവരി പകുതിക്കുള്ളിലായിട്ട് ഓരോ ആഴ്ചയും 1 അല്ലെങ്കിൽ 2 വീതം സിനിമകളായിട്ട് മനോരമ മാക്സിലൂടെ OTT റിലീസ് ചെയ്യും. സിദ്ധാർത്ഥ് ഭരതൻ സംവിധാനം ചെയ്ത സൗബിൻ ഷാഹിർ നായകനായി 2023 ജനുവരി മാസം തിയേറ്ററിലേക്ക് എത്തിയ ഫാന്റസി കോമഡി മലയാളം ചിത്രമാണ് ജിന്ന്. സിനിമയുടെ OTT അവകാശം മനോരമ മാക്സും ആമസോൺ പ്രൈമും സൈന പ്ലേയും സ്വന്തമാക്കിയെന്നാണ് അൺഒഫീഷ്യൽ റിപ്പോർട്ട്. ഒഫീഷ്യൽ റിപ്പോർട്ടുകളോ ഒഫീഷ്യൽ റിലീസ് ഡേറ്റോ ഒന്നും വന്നിട്ടില്ല. ഫെബ്രുവരി മാസം തന്നെ ഫെബ്രുവരി പകുതിക്ക് ശേഷം സിനിമയുടെ OTT റിലീസ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.